ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. പൊതുവേ രോഹിണി നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ കുടുംബപരമായിട്ട് വ്യക്തിപരമായിട്ട് ഒട്ടേറെ ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും വഹിക്കുന്നവരായതുകൊണ്ട് ചില സമയങ്ങളിൽ പലതരത്തിലുള്ളതായ പരിവർത്തനങ്ങളും ഉയർച്ച താഴ്ചകളും കാണുന്നവരാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുന്നതായിട്ടുള്ള ഇവർക്ക് ചില കാര്യങ്ങളിൽ ക്ഷമാശീലം വളരെ കുറഞ്ഞവരായതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ കോപശീലത്തെയും കാണാറുണ്ട്. അതുകൊണ്ട് ഇവരെ ഉപദേശിക്കുകയോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നവരായിട്ടും ഈ നക്ഷത്രക്കാർ മാറും. പ്രത്യേകിച്ച് തൻ്റെ മനസ്സിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ നക്ഷത്രക്കാർ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ലാഭം നോക്കാതെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് സത്യസന്ധമായിട്ട് ചെയ്യുന്നവരാണ്. എന്നാൽ ഇവരുടേതായ മനസ്സിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാലോ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ എത്ര തന്നെ നഷ്ടം വന്നാലും വേഗത്തിൽ തന്നെ പിന്തിരിഞ്ഞു പോരുന്നവരും കൂടിയാണ് ഈ രോഹിണി നക്ഷത്രക്കാർ. പൊതുവേ ഈ നക്ഷത്രക്കാർ ഭയശീലം പേടിയും കുറഞ്ഞവരാണ്. ജീവിതത്തിൽ പലവിധത്തിലുള്ളതായ അറിവുകൾ നേടുന്നവരും അത് എല്ലാം തന്നെ ശരിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും കൂടിയാണ്. എന്നാലോ ഏതൊരു കാര്യമായാലും അത് എളുപ്പത്തിൽ നേടിയെടുക്കേണ്ടതായിട്ടുള്ളൊരു വഴി ആദ്യം കാണുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട്. ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം 2ാം ഭാവത്തിലും പിന്നീട് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം ഈ വ്യാഴം 3-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്താണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും ശനീശ്വരനാണെങ്കിൽ തൻ്റെ അഭിഷ്ടസ്ഥാനമായിട്ടുള്ള 11-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഈ ഒരു വർഷക്കാലത്ത് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നുണ്ട്. കുടുംബജീവിതത്തിലാണെങ്കിൽ നിലനിൽക്കുന്നതായിട്ടുള്ള വിഷമതകൾക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഇനി ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് സ്ഥാനക്കയറ്റം കിട്ടുന്നതിനും ശമ്പള വർധനവിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. ജോലിസ്ഥലത്താണെങ്കിലോ പുതിയ അവസരങ്ങൾ കിട്ടുകയും അതുമൂലം വരുമാനം വർദ്ധിക്കുവാനും അനുകൂല സ്ഥിതി കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും നിലനിൽക്കുന്നതായിട്ടുള്ള ബിസിനസ്സിനെ വിപുലീകരിക്കുന്നതിനുമുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് കഠിനാധ്വാനത്തിന് വളരെയധികം പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു വർഷം കൂടിയാണ് ഈ 2026 പുതുവർഷത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് കുറച്ചൊക്കെ തടസ്സങ്ങളും ക്ഷീണാവസ്ഥകളും കാണുമെങ്കിലും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ഈ ഗുണാനുഭവങ്ങൾ എല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം 4-ാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും വളരെ നല്ലതാണ്.
അതുകൊണ്ട് രോഹിണി നക്ഷത്രക്കാർ ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്.